ഓ സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം. നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം. സൂത്രഭാഷ്യഹൃദൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനേ വ്യോമഭക്ത്യാപ്ത ദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. ഓം ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശ്യം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമജലം സർവദീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. സദ്ഗുരും തം നമാമി. സദ്ഗുരും തം നമാമി. നമ്മളിന്ന് ശ്രീനാരായണ ഗുരുദേവൻ്റെ ജനനി നവരത്നമഞ്ജരി എന്ന സ്തോത്രകാവ്യം, അതിലെ 4 ശ്ലോകങ്ങൾ നമ്മളിന്ന് പരിശോധിക്കുന്നു. ആദ്യമായി ആ 4 ശ്ലോകങ്ങളും നമുക്കൊന്ന് സ്മരിക്കാം. ഒന്നായ മാമതിയിൽ നിന്നായിരം ത്രിപുടി വന്നാശു തന്മതി മറന്ന് അന്നാദിയിൽ പ്രിയമുയർന്നാടലാം കടലിൽ ഒന്നായി വീണുവലയും. എന്നാശയം ഗതി പെറും നാദഭൂമിയിൽ അമർന്നാവിരാപ പടരും. ചിന്നാബിയിൽ ത്രിപുടി എന്നാണറും പടി കലർന്നാറിടുന്നു ജനനീ. ഇല്ലാതമായയിടും ഉല്ലാസമൊന്നും അറിവല്ലാതെ ഇല്ല അനിലനും. കല്ലാഴിയും കനലുമല്ലാതെ ശൂന്യമതെല്ലാം ഒരാദി അറിവാം. തല്ലാഘവം പറകിലില്ലാരണം ക്രിയകൾ മല്ലാടുകില്ല മതീ. സല്ലാപമൊന്നു മതി എല്ലാവരും തിരയും ഉല്ലാഘ ബോധജനനീ. ഉണ്ടായി മറയും അറിവുണ്ടായി മുന്നമിതു കണ്ടാടുമംഗമകവും. കൊണ്ടായിരം തരമിരുണ്ടാശയം പ്രതി ചുരുണ്ടാ മഹസ്സിൽ മറയും. കണ്ടാലുമീ നിലയിലുണ്ടാകയില്ലറിവ് അഖണ്ഡാനുഭൂതിയിലെഴും. തണ്ടാരിൽ വീണു മധുണ്ടാരമിക്കും ഒരു വണ്ടാണു സൂരി സുഹൃതീ. ആരായുകിൽ തിരകൾ നീരായിടുന്നു ഫണി നാരായിടുന്നു കുടവും.
പാരായിടുന്നതിനു നേരായതുണ്ടുലകം ഓരാകിലുണ്ടകിലവും. വേരായ നിൻകഴലിൽ ആരാധനം തരണം ആരാ നീ ഒരു വരമോ. നേരായി വന്നിടുക വേറാരുമില്ല ഗതി ഹേ രാജയോഗജനനീ. നേരായി വന്നിടുക വേറാരുമില്ല ഗതി ഹേ രാജയോഗജനനീ. നേരായി വന്നിടുക വേറാരുമില്ല ഗതി ഹേ രാജയോഗജനനീ. ജനനി നവരത്ന മഞ്ജരി. ജനനി നവരത്ന മഞ്ജരി. നമ്മൾ വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണിത്. ഇത് സാക്ഷാൽ ദേവിയെ കുറിച്ചുള്ള ദേവിയുടെ ചൈതന്യം നമ്മളിലേക്ക് ഗുരു അറിഞ്ഞു പകർന്നു തരുന്നു. കാരണം വേദങ്ങളും ഉപനിഷത്തുകളും ഇതിഹാസവും പുരാണവും എല്ലാം കൂടി കലർന്ന് ശങ്കരാചാര്യർക്ക് ശേഷം വിവർത്തവാദത്തിൻ്റെ മധ്യഭാഗം ശങ്കരാചാര്യരിൽ നിന്നാണ് ആരംഭിച്ചത്. ശരിക്കും ശങ്കരാചാര്യരില്ല എന്നുണ്ടെങ്കിൽ ഇന്നും നമുക്ക് പലതും അറിയാൻ സാധിക്കുമായിരുന്നില്ല. അതിനുശേഷം ഗുരുദേവനിൽ നിന്ന് അന്ന് അകത്തി നിർത്തപ്പെട്ടിരുന്ന മറ്റ് സവർണ മേധാവികളിൽ നിന്ന് വേദങ്ങളും ശാസ്ത്രങ്ങളുമെല്ലാം സവർണർക്കും മാത്രം ബ്രാഹ്മണർക്കും മാത്രം കൈമുതലായിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് അവർണർക്കും ഇത് എത്തണം, അവരും മനുഷ്യരാണ്, ഈ അറിവ് അമൂല്യമായ അറിവ് അവർക്കും എത്തണം എന്ന് ഗുരു ചിന്തിക്കുകയും അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഒരു ശ്ലോകമാണ് ജനനി നവരത്ന മഞ്ജരി. നവരത്ന മഞ്ജരി. നല്ല നവരത്ന മുത്തുകൾ, മഞ്ജരി പൂക്കൾ 9 പൂക്കളായിട്ടാണ് അമ്മയുടെ ഈ ചരിതം, അമ്മയുടെ അനുഗ്രഹം നമ്മളിലേക്ക് ഗുരു എത്തിക്കുന്നത്. ആദ്യമായി ഈ സ്തോത്രം രചിച്ച ഒരു പശ്ചാത്തലവും കൂടി നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾക്കറിയാം, ശിവഗിരിയിൽ അമ്മയുടെ പ്രതിഷ്ഠ കഴിഞ്ഞ് ആ പശ്ചാത്തലത്തിലിരുന്ന് ആ ദേവിയുടെ ആ ലോകത്തിലിരുന്നു കൊണ്ട് ആ ദേവിയെ സാക്ഷാൽ ശാരദാദേവി നമ്മളിലും എത്തിപ്പെടണമെന്നുള്ള ആ ഒരു സങ്കല്പത്തോടുകൂടി ഗുരു സാധാരണ ഒന്നും എഴുതാറില്ല, എല്ലാം ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കും, ശിഷ്യന്മാരത് കേട്ട് എഴുതും. അങ്ങനെ ഗുരുവിൽ നിന്ന് വന്ന ആ മുത്തുകൾ നമ്മൾക്ക് വേണ്ടി ഗുരു നമ്മൾക്കായി സമർപ്പിച്ചു. മലയാളത്തിലാണെങ്കിലും ഇത് മനസ്സിലാക്കുവാനായിട്ട് നമ്മൾക്ക് സ്വല്പം ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള കാര്യം സത്യമാണ്. കാരണം അത്രയ്ക്കും അഗാധമായ ഗുഹ്യമായ വിഷയങ്ങളാണ് ഇതിലടങ്ങിയിരിക്കുന്നത്. അങ്ങനെ പറയാൻ കാരണം ഇത് താന്ത്രിക ശാസ്ത്രത്തിലൂടെയും കടന്നു വരുന്നുണ്ട്. ജനനി അമ്മ നവരത്ന മഞ്ജരി എന്നുള്ളത്
താന്ത്രികമായി ചിന്തിച്ചാൽ നവവ്യൂഹങ്ങളായിട്ടും ഗൂഢാർത്ഥമായിട്ട് അതിൽ തെളിഞ്ഞു കാണുന്നു. താന്ത്രികമായ അറിവിലൂടെ പോയാൽ പരിശോധിച്ചാൽ നിങ്ങൾക്കും ഇത് ബോധ്യമാവും. അതുകൊണ്ട് നമ്മളെന്താണ് ചെയ്യേണ്ടത്, നമ്മൾ ഏത് വഴിയിലൂടെ സഞ്ചരിക്കണം, നമ്മൾ സഞ്ചരിക്കുന്ന വഴിയിൽ കല്ലുമുള്ളും ഇല്ലാതെ സുഗമമായി നമുക്ക് മുന്നോട്ട് പോകാൻ എങ്ങനെ സാധിക്കും? എന്തുകൊണ്ടാണ് നമുക്ക് സങ്കടങ്ങളുണ്ടാകുന്നത്, ദുരിതങ്ങളുണ്ടാകുന്നത്, ദോഷങ്ങളുണ്ടാകുന്നത്? ഇതെല്ലാം ഈ ഒരു സ്തോത്രകാവ്യത്തിലൂടെ ഗുരു നമ്മളെ ബോധിപ്പിക്കുന്നു. അധികം നീട്ടുന്നില്ല. എൻ്റെ അറിവിൽ തെളിഞ്ഞു വന്ന, വളരെ അറിവില്ലാത്ത ഒരാളാണ് ഞാൻ. എൻ്റെ അറിവിൽ തെളിഞ്ഞു വന്ന ആ മുത്തുകൾ, ആ രത്നങ്ങൾ ഞാനത് മറ്റുള്ളവർക്കായി സമർപ്പിക്കുന്നു. ഒന്നായ മാമതിയിൽ നിന്നായിരം ത്രിപുടി വന്നാശു തന്മതി മറന്ന് അന്നാദിയിൽ പ്രിയമുയർന്നാടലാം കടലിൽ ഒന്നായി വീണുവലയും എന്നാശയം ഗതി പെറും നാഥഭൂമിയിൽ അമർന്നാവിരാഭ പടരും ചിന്നാബിയിൽ ത്രിപുടിയെന്നാണറുംപടി കലർന്നാറിടുന്നു ജനനീ. ഇതാണ് ആദ്യത്തെ ഒരു ശ്ലോകം. നമ്മൾ പരിശോധിച്ചാൽ ഒന്നായ മാമതിയിൽ നിന്ന് ആയിരം ത്രിപുടി വന്ന് ആശു തൻ മതിമറന്ന് അന്നാദിയിൽ പ്രിയം ഉയർന്ന് ആടലാം കടലിൽ ഒന്നായി വീണുവലയും എന്നാശയം ഗതി പെറും നാദഭൂമിയിൽ അമർന്നാവിരാഭ പടരും ചിന്നാബിയിൽ ത്രിപുടി എന്നാണറുംപടി കലർന്നാറിടുന്നു ജനനീ. ചിന്നാബിയിൽ ത്രിപുടി എന്നാണറുംപടി കലർന്നാറിടുന്നു ജനനീ. ഇതിലും ത്രിപുടി വരുന്നുണ്ട്. ഒന്നായ മാമതിയിൽ നിന്നായിരം ത്രിപുടി, അവിടെ നിന്ന് ആരംഭിക്കുന്നു. ആ ത്രിപുടി ഇവിടെയും വരുന്നു. ഇനി നമുക്ക് ഒന്ന് പരിശോധിക്കാം. ഒന്നായ ഒരേ ഒരു ചൈതന്യത്തിൽ നിന്ന് ആയിരം ത്രിപുടി അറിവും അറിയുന്നവനും അറിയുന്ന വസ്തുവും. ഗുരുദേവനത് പല സ്ഥലത്തും ഉപയോഗിച്ചതായി നമുക്കറിയാം. ആത്മോപശതകത്തിലും നമുക്ക് കാണാം. ആത്മോപദേശതകത്തിൽ അറിവും അറിഞ്ഞിടുമർത്ഥവും പുമാൻതൻ അറിവും ഒരാദിമഹസ്സു മാത്രമാകും വിഘടത വിട്ടു വിളങ്ങുമാ മഹത്ത അറിവിലമർന്നതു മാത്രമായിടേണം. ഈ ത്രിപുടിയാണ് അവിടെയും പറയുന്നത്. ഈ ത്രിപുടി എന്ന് പറഞ്ഞാൽ ഒന്നായ ചൈതന്യത്തിൽ നിന്നും നമ്മളെ അനേകമായ രീതിയിലേക്ക് നമ്മളെന്ന വസ്തു, നമ്മുടെ വസ്തു എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ മനസ്സ്. ഈ മനസ്സാണ് നമ്മളെ കൊണ്ടുപോകുന്നതും കുഴി ചാടിക്കുന്നതും എല്ലാം. ഈ വസ്തു നമ്മളെ അനേകം അറിയുന്ന വസ്തുവും അറിയുന്നവനും അറിവും ആയിട്ട് തിരിക്കുന്നു. ഈ വേർതിരിവിലൂടെ എന്തുണ്ടാവും? ഒന്നായ മാമതിയിൽ നിന്ന് ആയിരം ത്രിപുടി വന്ന്, അതങ്ങനെ വരും.
ആശു പെട്ടെന്ന് തന്മതി മറക്കും. പിന്നെ നമ്മൾ എന്താ ഏതാണെന്നറിയില്ല. പിന്നെ നമ്മൾ ശരീരത്തിൽ ആയി മാറി. പിന്നെ നമുക്ക് ശരീരമുള്ള വസ്തുവായി മാറി. പിന്നെ ശരീരത്തിൽ കൂടി നമ്മൾ അറിയുന്ന അറിവിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. ശബ്ദസ്പർശ രസരൂപഗന്ധാദികൾ പഞ്ചജ്ഞാനേന്ദ്രിയങ്ങൾ തരുന്ന അനുഭവം. ഈ അനുഭവത്തിൽ കൂടെ നമ്മൾ നടക്കുമ്പോഴോ മതിമറന്ന് അന്നാദിയിൽ പ്രിയമുയർന്നാടലാം കടലിൽ. അന്നാദി എന്ന് പറഞ്ഞാൽ ഈ ഇന്ദ്രിയങ്ങൾ തരുന്ന അറിവ്. അന്നത്തിൽ നിന്നാണ് ഇന്ദ്രിയങ്ങളുടെ ഉത്ഭവം ഉണ്ടാകുന്നത്. ഈ അന്നാദികളിൽ കൂടി ലഭിക്കുന്ന അറിവിൽ കൂടി നമ്മൾ നമ്മുടേതായ കർമ്മമാർഗത്തിലൂടെ സഞ്ചരിക്കുകയും അങ്ങനെ നമ്മൾ ആടലാം കടലിൽ, ദുഃഖക്കടലിൽ ചെന്ന് വീണ് എൻ്റെ ആശയം, എൻ്റെ ഹൃദയം, അങ്ങനെ ആ ദുഃഖത്തിൽ ആറാടുന്ന ഹൃദയം നമ്മളിൽ ഉടലെടുക്കുന്നു. ഇതാണ് ഒരു നിർദ്ദേശമായി, ഒരു അറിവായി ഗുരു ആദ്യമേ സൂചിപ്പിക്കുന്നത്. അങ്ങനെ ആ ദുഃഖം കൊണ്ട് നിറയുന്ന ആടലാങ്കടലിൽ വീഴുന്ന, ദുഃഖക്കടലിൽ വീഴുന്ന നമ്മളുടെ ഹൃദയം ഗതി വെറും നാദഭൂമിയിൽ, അവിടെ നിന്ന് നമുക്ക് ഗതി കിട്ടണമെങ്കിൽ, നമുക്ക് മോക്ഷം കിട്ടണമെങ്കിൽ നാദഭൂമിയിൽ എത്തിച്ചേരണം. നാദഭൂമി എന്ന് പറയുന്നത് ഓങ്കാരമാണ്. ഓങ്കാരത്തിലേക്ക് എത്തിച്ചേരണം. അതിന് ചിന്നാഭിയിൽ ത്രിപുടി എന്നാണറുംപടി, അത് ചിത്ത് സത്തും ചിത്തും ആനന്ദമായ ആ നാഭിയിൽ, സത്തും ചിത്തും കൂടിച്ചേർന്ന ചിന്നാഭിയിൽ കലർന്ന് അതിൽ ലയിച്ച് എന്നാണറുംപടി, ഇനി അത് മുളയ്ക്കാത്ത രീതിയിൽ എന്നാണറുംപടി കലർന്നാറിടുന്നു ജനനി, എന്നാണ് അത് ആറിടുന്നത്, ഇല്ലാതാവുന്നത് അമ്മേ എന്നാണ് ആ ശ്ലോകത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരറിവ്. ഈ അറിവ് നമ്മൾ ഒരു പ്രാവശ്യമൊന്നത് ഉരുവിട്ടാൽ ആർക്കും കിട്ടില്ല. ഇത് പല ചിന്തിക്കണം. ഇത് വളരെ ലളിതമായ രീതിയിൽ വളരെ കുറച്ച് സമയം കൊണ്ട് മാത്രം പറയാവുന്ന ഒരു കാര്യമല്ല ഇത്. എന്നാലും തൽക്കാലം നമ്മൾ ഈ ശ്ലോകം ഇത്രയും വിവരണത്തോടുകൂടി നമുക്ക് മനസ്സിലാക്കാം. ഗുരു നമ്മൾക്ക് തന്ന അറിവ് നമ്മൾ കേട്ടു. അത് ആസ്വദിക്കാനും ആനന്ദിക്കാനും നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മളുടെ മനസ്സ് ശാന്തമാകണം. ഇന്ന് വേഗതയേറിയ മനസ്സോടുകൂടിയുള്ള ജനങ്ങൾ ഇത് കേൾക്കുവാനോ ആസ്വദിക്കുവാനോ അറിയുവാനോ ഉള്ള സമയമില്ല. എന്തിനും ഏതിനും തിരക്ക് പിടിച്ച ഒരു സമൂഹത്തെയാണ് നമ്മളുടെ മുന്നിൽ ഇന്ന് നമ്മൾ കാണുന്നത്. ആധുനികമായ എല്ലാ അറിവുകളും നമ്മളുടെ സമാധാനത്തെ ഇല്ലാതാക്കുന്നു എന്ന സത്യം അധികം വൈകാതെ എല്ലാവർക്കും മനസ്സിലാവും. കാരണം ഭാരതീയ ദർശനത്തിൽ കൂടി ഉള്ള ഒരറിവ് മാത്രമേ നമ്മളായി, നമ്മൾ തന്നെയാണ് ഈശ്വരൻ, തത്വമസി, ശബരിമലയിൽ പോയി കാണാം. തത്വമസി, തത് ത്വം അസി, അത്
നീ തന്നെ ആകുന്നു എന്ന ആ വാക്യം അന്വർത്ഥമായി വരണമെങ്കിൽ ഭാരതീയ സനാതനമായ രീതിയിലുള്ള ശാസ്ത്രം മാത്രമേ അത് വഴി തെളിയിക്കുന്നുള്ളൂ എന്ന സത്യം കൂടി ഈ അവസരത്തിൽ ഓർക്കണം. ഉദ്ദാലക ഗുരു ശ്വേതകേതുവിന് ഉപദേശിച്ചു കൊടുത്ത തൻ്റെ മകൻ തന്നേലും വലുതായി വരണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി കിട്ടാവുന്ന ഗുരുക്കന്മാരിൽ വെച്ച് എല്ലാത്തിലും വലുതായ ഗുരുക്കന്മാരുടെ അടുത്ത് വിട്ട് എല്ലാം പഠിച്ചു വന്ന മകൻ അതിരാവിലെ താൻ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ പൂമുഖത്ത് കാലുമേൽ കാലേറ്റിയിരുന്ന് താൻ ചെയ്യുന്നത് നിരീക്ഷിച്ചു കൊണ്ടിരുന്ന ആ ഒരു മകൻ നമ്മൾ ഒരു നിമിഷം ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. അറിവിൻ്റെ ലോകത്തെത്തി കഴിഞ്ഞിട്ടും ആ മകനായിരുന്ന ഇരിപ്പിലിരുന്നപ്പോൾ ആ ഗുരുവിന് കോപം വന്നില്ല. ഗുരു ചോദിച്ചു, മകനെ, എല്ലാ അറിവുകളും നേടുന്നതിന് വേണ്ടി നിന്നെ ഞാൻ അയച്ചു. നീ വന്ന് ഞാനീ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം നോക്കി ഇരിക്കുന്നതാണോ അറിവിൻ്റെ നേട്ടം? അവിടത്തേക്ക് ഞാനിനി എന്തെങ്കിലും ചെയ്തു തരണോ എന്ന് ചോദിച്ചപ്പോൾ മകന് വളരെ വിഷമമായി. താൻ നേടിയ അറിവ് അതാണോ അറിവ്? ശ്വേതകേതു സ്വയം ഉള്ളിലേക്ക് ഇറങ്ങി ചിന്തിച്ചു. അങ്ങനെ തൻ്റെ മകന് ഈ അറിവ് നേടിക്കൊടുക്കണം എന്നുള്ള ആ ആഗ്രഹത്തോടു കൂടി ഒരു 8 ഉദാഹരണങ്ങൾ ഉദാഹരിച്ച് അങ്ങനെ അത് താൻ തന്നെയാണ് എന്നുള്ള അറിവിലേക്ക് ഉള്ള ആ 8 ഉദാഹരണങ്ങളിൽ കൂടി എത്തിച്ച് ആ മകൻ്റെ ആ അറിവാണ് നമുക്ക് ഇന്ന് തത്വമസി എന്ന തത്വമായി നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇതിൽ നിന്നെല്ലാം നമ്മൾ തേടുന്ന അറിവ്, നമ്മൾ അന്വേഷിക്കുന്ന ദൈവം നമ്മളിൽ തന്നെ ഒരു സംശയവും വേണ്ട എന്ന് ഗുരു ഇവിടെ സമർത്ഥിക്കുക കൂടി ചെയ്യുകയാണ്. ഏകം നിത്യം എന്ന് ഗുരു നമ്മളെ ഉത്ബോധിപ്പിക്കുന്നു. പല ഗുരുവിൻ്റെ കാവ്യത്തിൽ നിന്നും ഗുരുവിൻ്റെ കൃതികളിൽ നിന്നും നമുക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. ആത്മോപദേശതകം ആരംഭത്തിൽ തന്നെ അറിവിലുമേറി അറിഞ്ഞിടുന്നവൻ തൻ ഉരുവിനുമൊത്തു പുറത്തുമുജ്വലിക്കും കരുവിനു കണ്ണുകളഞ്ചുമുള്ളടക്കി തെരുതെരെ വീണു വണങ്ങി ഓതിടേണം. ഒരൊറ്റ വാക്കിൽ ഗുരു പറഞ്ഞു കഴിഞ്ഞു. അവിടെ ആ ചൈതന്യത്തെ കരു എന്ന രൂപത്തിൽ നമ്മളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. ഇവിടെ ഒന്നായ മാമതിയിൽ ഒന്നായ ചൈതന്യമായിട്ട് തന്നെ ഗുരു നമ്മളെ മനസ്സിലാക്കുന്നു. ആ ചൈതന്യം എവിടെയാണ്, എന്താണ് എന്നുള്ള ആ അന്വേഷണത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മളുടെ മനസ്സിലുള്ള എല്ലാ ദുഃഖചിന്തകളും ഓടിയകലും എന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല. ഇനി നമ്മൾ രണ്ടാമത്തെ ശ്ലോകം പരിശോധിക്കുകയാണെങ്കിൽ, ആദ്യ ശ്ലോകം നമ്മൾ കേട്ടു. ലളിതമായ വളരെ ചുരുങ്ങിയ വാക്കുകൾ മാത്രം അതിൽ വിവരിച്ചിട്ടുള്ളൂ. അത് വിവരണാതീതമാണ്. ആർക്കും ഇതിന് വിവരിക്കാൻ സാധിക്കില്ല. അതേ രീതിയിലുള്ള അറിവിൻ്റെ അഗാധമായ മുത്തുകളാണത്. നമ്മൾക്ക് ഓരോരുത്തർക്കും അറിയുന്നതെല്ലാം അറിവ് തന്നെയാണ്. ആ അറിവിനെയാണ് ഇപ്പോൾ ഇതിൽ ഗുരു സമർത്ഥിക്കുന്നത്.
നോക്കാം. ഇല്ലാത്ത മായയിടും ഉല്ലാസമൊന്നും അറിവല്ലാതെ ഇല്ല അനിലനും, കല്ലാഴിയും കനലും അല്ലാതെ ശൂന്യമതെല്ലാം ഒരാദി അറിവാം. തല്ലാഘവം പറകിൽ ഇല്ലാരണം ക്രിയകൾ മല്ലാടുകില്ല മതി, സല്ലാപമൊന്നു മതി. എല്ലാവരും തിരയും ഉല്ലാഖ ബോധജനനീ. സല്ലാപമൊന്നു മതി, എല്ലാവരും തിരയും ഉല്ലാഖ ബോധജനനി. ആദ്യത്തിൽ അമ്മയോട് ചോദിക്കുന്നു, ഇതിൽ ഉത്തരവും കൂടി ഗുരു പറയുന്നു. എന്നാണറുമ്പടി കലർന്നാറിടുന്നു ജനനി എന്നാദ്യം ചോദിക്കുന്നു, അമ്മയോട് ചോദിക്കുന്നു. ഇതിൽ പറയുന്നു, ഇല്ലാതെ മായ ഇടും. മായ, ഇവിടെയാണ് മായാവാദം. മായ എന്ന ആ അറിവ് സമർത്ഥിക്കാൻ സാധിക്കില്ല. മായ എന്താണെന്ന് ആർക്കും പറയാൻ സാധിക്കില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മായ തന്നെയായിട്ടിരിക്കുന്നു. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയും എന്നുള്ളിലാകണം. ദൈവദശകത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ അറിവുകളെ തന്നെയാണ് എല്ലാം ഗുരു തൻ്റെ കൃതികളിലൂടെ പകർന്ന് നമുക്ക് പല രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടി തരുന്നത്. ഒരേ ഒരു അറിവ്, ഒന്നായ ആ അറിവ് തന്നെയാണ് എല്ലാത്തിലും. ഗുരുക്കന്മാർ, ശ്രീനാരായണ ഗുരുവിന് മുൻപുള്ള ഗുരുക്കന്മാരും സദാശിവ സമാരംഭം, സദാശിവനിൽ നിന്ന് ആരംഭിച്ച ആ അറിവ് ശങ്കരാചാര്യ മധ്യമം, ശങ്കരാചാര്യരിലെത്തി. ആ അറിവ് ശങ്കരാചാര്യരിലെത്തി അസ്മദാചാര്യ പര്യന്തം. അതിനുശേഷം വന്ന ഗുരുക്കന്മാർ, ആ ഗുരുക്കന്മാർ നമ്മളിലേക്ക് എത്തിച്ചു. ആ ഗുരുവിൽപ്പെട്ട, ആ പരമ്പരയിൽപ്പെട്ട ഒരാളാണ് ശ്രീനാരായണ ഗുരുദേവൻ എന്ന സത്യം കൂടി ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഇല്ലാതെ മായ ഇടും. മായ എന്ന് പറഞ്ഞാൽ നമുക്ക് വിവരണാതീതമാണ്. നോക്കുമ്പോൾ കാണാം, അടുത്തെല്ലുമ്പോൾ ഉണ്ടാവില്ല. ദർശനമാലയിൽ ഗുരു പറയണുണ്ടല്ലോ, മനോമയമിതം സർവം നാ മനക്വാദി വിദ്യതേ അതോ യോംനീവ നീലാദി ദൃശ്യതേ ജഗതാത്മനി. നോക്കുമ്പോൾ കാണാം, അടുത്തെല്ലുമ്പോൾ ഉണ്ടാവില്ല. മുകളിലേക്ക് നോക്കുമ്പോൾ മേഘങ്ങൾ കാണാം, ആകാശത്തിൽ മേഘങ്ങൾ നിറയുണ്ട്. അടുത്ത് ചെല്ലുമ്പോൾ നമുക്ക് മേഘം കാണാൻ പറ്റില്ല. ഇതാണ് മായയുടെ ഒരു വിവരണം. മായനെ പറ്റി ഇഷ്ടം പോലെ വിവരണങ്ങൾ തന്നിട്ടുണ്ട്. അതൊന്നും സ്ഥാപിച്ച അറിവല്ല. പക്ഷേ ഈ സ്ഥാപിക്കാത്ത അറിവിലൂടെ ഇല്ലാതെ മായ ഇടും ഉല്ലാസമൊന്നും, ഈ ഉല്ലാസങ്ങളൊന്നും അറിവല്ല, അതൊരറിവല്ല, അത് വെറുതെയാണ് എന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ, കഷ്ടനഷ്ടങ്ങളിലൂടെ നോക്കുമ്പോൾ നമുക്കത് ബോധ്യമാവും. മായ എന്ന് പറഞ്ഞത് അത് മായ തന്നെ. അതെങ്ങനെ വന്നു, എവിടെ നിന്ന് വന്നു, എപ്പോൾ വന്നു, എങ്ങോട്ട് പോയി, ഇതൊന്നും നമുക്കറിയാൻ പറ്റാത്ത ഒരു പ്രതിഭാസം. ഈ പ്രതിഭാസത്തിലൂടെ നമ്മളെ കൊണ്ടുപോകുന്നു. നമ്മൾക്ക് കിട്ടിയ പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളിലൂടെ കിട്ടുന്ന ഈ അറിവ് അത് മനസ്സിലെത്തി, മനസ്സിൽ നിന്ന് അന്ധകരണത്തിലെത്തി, അന്ധകരണത്തിൽ നിന്ന് ആത്മാവിൻ്റെ ഭാഗമായി ചേർന്ന് നമ്മളിലത് എത്തുമ്പോൾ യഥാർത്ഥ അറിവും നമ്മുടെ അറിവും വളരെ വ്യത്യാസമായി വരികയും യഥാർത്ഥമായ അറിവിനെ നമ്മൾ വിസ്മരിച്ച്
അപ്പോൾ കിട്ടിയ അറിവിലൂടെ സഞ്ചരിച്ച് തൻ്റെ ലാഭത്തിന് വേണ്ടി, തൻ്റെ കുടുംബത്തിന് വേണ്ടി, തൻ്റെ സന്താനങ്ങൾക്ക് വേണ്ടി എങ്ങനെ നേട്ടങ്ങൾ ഉണ്ടാക്കാം, തൻ്റെ സ്ഥാനത്തിന് വേണ്ടി, തൻ്റെ ഇരിപ്പിടത്തിന് വേണ്ടി എങ്ങനെ മറ്റുള്ളവരെ ഉപയോഗിക്കാം, തൻ്റെ പുരോഗതി മാത്രം ചിന്തിച്ച് നടക്കുമ്പോൾ ഇല്ലാതെ മായയിടുന്ന ഈ അറിവിലൂടെയുള്ള യാത്രയെയാണ് സൂചിപ്പിക്കുന്നത്. അതും അറിവ് തന്നെ, അല്ലാതെ അറിവല്ല എന്ന് നമുക്ക് നിഷേധിക്കാൻ പറയില്ല. അനിലനും കല്ലാഴിയും കനലും. അനിലൻ വായു, കല്ല് ഭൂമി, ആഴി സമുദ്രം, കനൽ അഗ്നി. അതുകൂടാതെ വേറിട്ട് നിൽക്കുന്ന ശൂന്യം ആകാശം, പഞ്ചഭൂതങ്ങൾ. ക്രമത്തിൽ പറഞ്ഞാൽ ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി. ഇതാണ് അതിൻ്റെ രീതി. ഇതാണ് പഞ്ചഭൂതാത്മകം ഇതം ശരീരം. ഇതിൽ നിന്നാണ് ഈ ശരീരം ഉണ്ടായിരിക്കുന്നത്. ഇതാണ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതിൽ ചോദ്യചിഹ്നങ്ങളായി വരുന്നുണ്ട്. അതെല്ലാം ചോദ്യങ്ങളായി തന്നെ നിങ്ങളുടെ അവശേഷിച്ച ചോദ്യങ്ങളിൽ ഉത്തരം നിങ്ങൾ കണ്ടെത്തുമ്പോൾ നിങ്ങളെ അറിയും. അതിനാണ് ഗുരുക്കന്മാർ ഓരോ ചോദ്യങ്ങളായിട്ട് ഇവിടെ ഇങ്ങനെ രൂപപ്പെടുത്തിയിരിക്കുന്നത്. അഷ്ടാവക്ര ഗുരുവിനോട് അഷ്ടാവക്രൻ 8 വളവുള്ള ആ 16 വയസ്സായ ആ കുട്ടി ജനക മഹാരാജാവിൻ്റെ കൊട്ടാരത്തിൻ്റെ മുൻപിലെത്തി. അകത്തേക്ക് പോകണം, അവിടെ പണ്ഡിത സദസ്സ് നടക്കുന്നു, തനിക്കും പണ്ഡിതന്മാരോടുകൂടി വാദിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ ആ പടികാവൽക്കാരൻ അന്തം വിട്ടുപോയി. ഇങ്ങനെ ഒരു കുട്ടി, അവൻ്റെ ആ ഭാവവും കാര്യങ്ങളും കണ്ടപ്പോൾ അദ്ദേഹം തന്നെ അമ്പരന്നു. നിനക്കകത്തേക്ക് പോകാൻ പറ്റില്ല, ഇത് പണ്ഡിതന്മാർക്ക് മാത്രം പോകാവുന്ന സദസ്സാണ്, നിന്നെപ്പോലുള്ളവർക്ക് അവിടെ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടി ചോദിച്ചു, പ്രായമാണോ അറിവിൻ്റെ അളവുകോൽ എന്നാ കുട്ടി ഒരു ചോദ്യം ചോദിച്ചപ്പോൾ കാവൽക്കാരൻ, അതും ജനകൻ്റെ കൊട്ടാരത്തിലെ, ജനകൻ എന്ന് പറഞ്ഞാൽ സാധാരണ മനുഷ്യരല്ല, നിങ്ങൾക്കറിയാം, വിശദീകരിക്കുന്നില്ല, അന്തം വിട്ടുപോയി. ഞാനൊരു കാര്യം ചെയ്യാം, രാജാവിൻ്റെ അടുത്ത് നിനക്ക് എത്താനുള്ളൊരു വഴി ഞാൻ പറഞ്ഞു തരാം, എന്നെക്കൊണ്ട് ഇപ്പം അതാ സാധിക്കൂ എന്ന് പറഞ്ഞ് രാജാവിൻ്റെ അടുത്ത് എത്തി. ഈ കുട്ടിയെ രാജാവ് കണ്ടപ്പോൾ, ഈ കുട്ടീനെ കണ്ടപ്പോൾ തന്നെ രാജാവിന് മനസ്സിലായി ഇവൻ സാധാരണ കുട്ടിയല്ല എന്ന്. കുട്ടി കാര്യം പറഞ്ഞു, എനിക്ക് പണ്ഡിത സദസ്സിൽ പങ്കെടുക്കണം. ജനങ്ങൾ തീരുമാനിച്ചു ഈ കുട്ടിയെ ഒന്ന് പരീക്ഷിക്കണം. അങ്ങനെ ജനകനൊരു ചോദ്യം ചോദിച്ചു, കഥം ജ്ഞാനം അവാപ്നോതി, കഥം മുക്തിർ ഭവിഷ്യതി, വൈരാഗ്യം ജഗതം പ്രാപ്തം, ഏതത് ബ്രൂഹി മമ പ്രഭോ. വിശദീകരിക്കുന്നില്ല, സബ്ജക്റ്റ് പറയാനുണ്ട്, വിശദീകരിക്കുന്നില്ല എന്നൊരു ചോദ്യത്തിൽ കൂടിയാണ് അഷ്ടാവക്ര ഗീത ഉണ്ടായിരുന്നത്. അത് സൂചിപ്പിക്കാനാണ് ഞാൻ ഈ പറഞ്ഞത്. ആ ഒരു ചോദ്യത്തിലൂടെ വിരിയുന്ന അർത്ഥങ്ങൾ നമ്മളായി തന്നെ മനസ്സിലാക്കാനും നമ്മളാരെന്നറിയാനുള്ളൊരറിവ് ആ ഗീതയിലുണ്ട്. അത് ചരിത്രം പരിശോധിച്ചാൽ, ജനകൻ്റെ കാലഘട്ടം പരിശോധിച്ചാൽ നമുക്കറിയാം. അപ്പോൾ ഭാരതത്തിൻ്റെ സനാതനധർമ്മം, ആ സനാതനമായ അറിവ്, എന്നും പുതിയതായിരിക്കുന്ന നവമായിരിക്കുന്ന ആ അറിവിൻ്റെ ആ മൂർച്ച എത്രത്തോളം ഉണ്ട്, അത് എത്രത്തോളം എത്തി, ഇനി എത്രത്തോളം എത്തും എന്ന് സൂചിപ്പിക്കാനാണ് ഈ അനവസരത്തിൽ ഞാനത് ഉപയോഗിച്ചത്. ഇല്ലാതെ മായയിടുന്ന അറിവും പഞ്ചഭൂതങ്ങൾ, കല്ലാഴിയും കനലും, അല്ലാതെ ശൂന്യവും എല്ലാം ചേർന്ന് ഉള്ള ആ അറിവും മനസ്സിലാക്കിയാൽ തല്ലാഘവം പറകിൽ, ഇത് മനസ്സിലാക്കിയാൽ ഏകമായ ഈ അറിവ് ലാഘവത്തോടുകൂടി ഇത് മനസ്സിലാക്കിയാൽ ഇല്ലാരണം ക്രിയകൾ, ഇല്ലാരണം രണങ്ങൾ,
അരണം ഇല്ലാതാവും. അവിടെ രണ്ട് രീതിയിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഗുരുക്കന്മാർ പലരും പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നത് കൊണ്ട് സന്ദർഭത്തിനനുസരിച്ച് ഞാൻ പറയുന്നു. നിങ്ങളുടെ സന്ദർഭം അനുസരിച്ച് അത് തിരഞ്ഞെടുക്കുക. നിർമ്മലാനന്ദഗിരി സ്വാമികളുടെ വിവരണം, ഞാൻ നിർമ്മലാനന്ദഗിരിയുടെ ഒരുപാട് ശ്ലോകങ്ങൾ ഉരുവിട്ട ആളാണ്. ഈ പറഞ്ഞ കൃതിയും അഷ്ടാവക്രഗീതയും നിർമ്മലാനന്ദഗിരിയുടെ വായിൽ നിന്ന് തന്നെയാണ് ഞാൻ അത് ആസ്വദിച്ചിട്ടുള്ളത്, അനുഭവിച്ചിട്ടുള്ളത്. അറിവിലൂടെ നിർമ്മലാനന്ദഗിരി ഗുരുവിൻ്റെ വാക്കിലൂടെ പറയുകയാണെങ്കിൽ അരണം ക്രിയകൾ, വേദാദി ക്രിയകളെല്ലാം ഇവിടെ എല്ലാം അവസാനിച്ചു എന്നാണ് പറയണത്. അതൊന്നും ഈ തല്ലാഘവം മനസ്സിലാക്കിയാൽ എല്ലാം ഇവിടെ അവസാനിച്ചു. മല്ലാടുകില്ല മതി, പിന്നെ മതി മല്ലാടില്ല, പിന്നെ മതി വ്യതിചലിക്കില്ല, പിന്നെ മതി നമ്മളെ പിടിച്ചുകൊണ്ട് പായില്ല. ഭഗവാൻ ശ്രീകൃഷ്ണൻ കുതിരകളെ പിടിച്ച മാതിരി ഈ 5 കുതിരകളെയും പിടിക്കുന്ന ചിത്രമൊക്കെ നമുക്ക് എല്ലാവർക്കും മനസ്സിലുണ്ടാവും. ഈ മല്ലാടൽ ആണ് നമ്മളെ അപകടത്തിലെത്തിക്കുന്നത്. അതിനെയാണ് നമ്മൾ കടിഞ്ഞാനിടേണ്ടത്. ഭഗവാൻ പിടിച്ച മാതിരി കടിഞ്ഞാണിടാൻ പഠിച്ചാൽ അത് പെട്ടെന്ന് നമുക്ക് സാധിക്കാത്തൊരു കാര്യമാണത്. കർമ്മമാർഗത്തിലൂടെ പോകുമ്പോൾ ഇത് ചെയ്യാൻ നമുക്ക് ഈ ക്രിയകൾ ആചരിക്കാൻ, ഈ ക്രിയകൾ മനസ്സിലാക്കുവാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. എങ്കിലും ഭാരതീയ ചരിത്രത്തിൽ നേടിയ ആ അറിവ് എന്നും അറിവായി തന്നെ നിൽക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ പറഞ്ഞു വന്നതിൻ്റെ ഒരു ഭാഗം. തല്ലാഘവം പറകിലില്ല അരണം ക്രിയകൾ മല്ലാടുക ഇല്ല മതി ഈ സല്ലാപം, ഈ സത് ലാഭം, ഈ സത് ലാഭം, അതാണ് സല്ലാപം. ഈ സല്ലാപം ഒന്നു മതി, ഇത് മാത്രം മതി. ഈ സല്ലാപം ഒന്നു മതി എല്ലാവരും തിരയും ഉല്ലാഘ ബോധജനനി. എല്ലാവരും അന്വേഷിക്കുന്ന ആ ഉല്ലാഘബോധജനനി, ഉല്ലാഘം, എല്ലാ പാപങ്ങളെയും വിഴുങ്ങുന്ന ആ അമ്മ, ആ ജനനിയെയാണ് നമ്മൾ അഭയം പ്രാപിക്കുന്നത്. ആ ജനനിയാണ് ഈ ജനനി എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കുക. എല്ലാവരും തിരയും ഉല്ലാഘ ബോധജനനി, എല്ലാവരും ആഗ്രഹിക്കുന്ന മോക്ഷം, എല്ലാവരും ആഗ്രഹിക്കുന്ന സന്തോഷം, എല്ലാവരും ആഗ്രഹിക്കുന്ന പുരോഗതി, താനും തൻ്റെ കുടുംബവുമെല്ലാം സന്തോഷത്തോടു കൂടി ജീവിക്കണം എന്നാഗ്രഹിക്കാത്ത ആരും ഉണ്ടാവില്ല. അതിന് ഈ ഉല്ലാഘബോധം, ഈ ഉല്ലാഘം, ഈ പാപങ്ങളെയെല്ലാം വിഴുങ്ങുന്ന, തീക്കട്ട പോലും വിഴുങ്ങുന്ന ആ അമ്മ അതിനൊരു വഴി ഉണ്ടാക്കുമെന്ന ഒരു യാഥാർത്ഥ്യം ഗുരുദേവൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഇത് പലർക്കും വിശ്വസിക്കുവാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഗുരു ഇങ്ങനെയൊക്കെ ചിന്തിക്കുമോ എന്ന് നമ്മുടെ ആൾക്കാർ ചോദിക്കും. പക്ഷേ ഈ കൃതി നിങ്ങൾ നല്ലൊരു അറിവുള്ള ആളോട് ചോദിച്ച് മനസ്സിലാക്കിയാൽ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും. ഈ പൂക്കൾ, ഈ പൂവും ഈ രത്നവും നിങ്ങൾ സ്വന്തമാക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി സമർപ്പിക്കുന്നു. ശ്രീനാരായണ ഗുരുദേവൻ്റെ ജനനീ നവരത്നമഞ്ജരി എന്ന സ്തോത്രകൃതിയിൽ 2 ശ്ലോകങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു. ഇനി മൂന്നാമതായി, ഉണ്ടായി മറയും അറിവുണ്ടായി മുന്നമിതു കണ്ടാടുമംഗമകവും കൊണ്ടായിരം തരമിരുണ്ടാശയം പ്രതി
ചുരുണ്ടാമഹസിൽ മറയും. കണ്ടാലും ഈ നിലയിൽ ഉണ്ടാകയില്ലറിവ്, അഖണ്ഡാനുഭൂതിയിലെഴും തണ്ടാരിൽ വീണു മധുണ്ടാരമിക്കും ഒരു വണ്ടാണു സൂര്യസുഹൃതീ. ഉണ്ടായി മറയും അറിവുണ്ടായി മുന്നമിത്. ഒറ്റ വാക്കിൽ നമ്മൾ നോക്കിയാൽ ഇതിൻ്റെ അർത്ഥത്തിൻ്റെ വ്യാപ്തി അറിയാൻ സാധിക്കില്ല. ഗുരു തന്നെ അധ്യാരോപ ദർശനത്തിൽ സൂചിപ്പിക്കുന്നു, അസീതഗ്രേ, എല്ലാത്തിനും മുമ്പ്, എല്ലാത്തിനും മുമ്പായി ഉണ്ടായിരുന്നത്. ശൂന്യമല്ല, ശൂന്യതയിലും ഉണ്ടായിരുന്നു ആ അറിവ്, ഉണ്ടായി ഇരുന്ന ആ അറിവ്. മുന്നമിത് ഉണ്ടായി മറയും. ഈ അറിവുണ്ടായി, അറിവ് നേടിയവർ മറഞ്ഞാലും ആ അറിവ് അറിവായി തന്നെ നിലനിൽക്കുന്നു. ഉണ്ടായി മറയും അറിവുണ്ടായി മുന്നമിത്. ഈ അറിവാണ് നമ്മൾ ഒന്നായ മാമതിയിൽ നിന്ന് എല്ലാം ആ ഒരേ അറിവ് തന്നെയാണ് ഗുരുവിൻ്റെ വാക്യം, ജ്ഞാനം. അറിവ് തന്നെയാണ് ഗുരു എല്ലാത്തിലും സൂചിപ്പിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച അറിവിലുമേറി അറിഞ്ഞിടുന്നവൻ, നമ്മളത് പ്രതിപാദിച്ചു. അറിവിനെയാണ് ഗുരു ബഹുമാനിക്കുന്നത്, ആദരിക്കുന്നത്. അറിവാണ് എല്ലാം, അറിവാണ് വേദം. ഇത് തന്നെ ഗുരു പറയുന്നത്. ഉണ്ടായി മറഞ്ഞാലും അറിവായി വീണ്ടും നിലനിൽക്കുന്നു. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് കണ്ടാടും, ഇത് കണ്ട് ആടും അംഗമകവും. ഇതിനെ പിന്തുടർന്ന് ഇതിൽ നിന്ന് ഇതിൻ്റെ ആരംഭമായി വീണ്ടും അംഗവും അകവും. ഇവിടെയാണ് നമ്മൾ, ഈ അറിവിൽ നിന്നാണ് നമ്മൾ അറിവ് നേടുന്നത്. അതായത് അംഗം ശരീരം, അകം മനസ്സ്. ശരീരവും മനസ്സുമായി നമ്മൾ ആവിർഭവിക്കുന്നു. ഉണ്ടായി മറയുന്ന ആ അറിവിൽ നിന്ന് അത് നമുക്ക് കാണാൻ സാധിക്കില്ല. കാണാവുന്ന രൂപത്തിലെത്തിയപ്പോൾ കണ്ടാടും. അത് കണ്ട് അതിനനുസരിച്ച് ചലിക്കുന്ന ശരീരവും മനസ്സും. ഉണ്ടായി മറയും അറിവുണ്ടായി മുന്നമിതു, കണ്ടാടും അംഗമകവും. കൊണ്ടായിരം തരമിരുണ്ടാശയം പ്രതി ചുരുണ്ടാമഹസിൽ മറയും. കൊണ്ട 1000 തരം ഇരുണ്ടാശയം. കൊണ്ട ആദ്യം കൈക്കൊണ്ട, ആദ്യം ഉണ്ടായ ഒന്നായ മാമതിയിൽ നിന്ന്, ഒന്നായ മാമതിയിൽ നിന്നായിരം ത്രിപുടി. ഇതാണ് ഇത് കൊണ്ട, ഈ ത്രിപുടി കൈക്കൊണ്ട, ഈ ത്രിപുടി അറിഞ്ഞ് ഈ ത്രിപുടിയിലൂടെ മുന്നേറുന്ന, ഈ ത്രിപുടിയാണ് എല്ലാം എന്ന് ധരിക്കുന്ന ആ കൊണ്ട, ആ അറിവ്. കൊണ്ടായിരം
അത് 1000 തരം ഇരുണ്ട ആശയങ്ങൾ. ഇതെല്ലാം ഇരുണ്ട ആശയങ്ങളാണ് എന്നാണ് ഗുരു പറയുന്നത്. ഈ ഇരുണ്ട ആശയങ്ങൾ പ്രതി അത് ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്ന നമ്മൾ എത്തിച്ചേരുന്നത് ചുരുണ്ട മകസ്സിൽ മറയും. ചുരുണ്ടു പോകുന്നു. എങ്ങനെ? ഇതൊരു താന്ത്രിക വാക്യം കൂടിയാണ്. ചുരുണ്ട്. സർവേ അർത്ഥാഹ ഏന തന്യന്തേജ ത്രായന്തേജ ഭയജനാഹ ഇതി തന്ത്രസ്യ തന്ത്രത്വം തന്ത്രജ്ഞ പരിരക്ഷത. തന്ത്രം എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ മറുപടിയാണ്, താന്ത്രികമായ ഒരു മറുപടിയാണത്. തന്യന്തേജ തനുവിസ്താര്. ഒരു ചൈതന്യത്തിൽ നിന്ന് ആ ശരീരം വിസ്തരിക്കപ്പെടുന്നു, അതിൽ നിന്ന് വിഭജിക്കപ്പെടുന്നു പലതായി. ആ വിഭജിക്കപ്പെടുന്നതാണ് പ്രപഞ്ചം. ആ പ്രപഞ്ചമാണ് നമ്മളും. ഇതാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അത് ഇരുണ്ടാശയം, അതെല്ലാം ഇരുട്ടിലേക്കുള്ള ആശയങ്ങളായിട്ടാണ് ഗുരു കാണുന്നത്. ആ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരുന്ന വഴിയാണ് ഗുരു നമുക്ക് ചൂണ്ടിത്തരുന്നത്. എന്നാൽ നമ്മളേതാ രൂപം എന്നുള്ള രൂപം കൂടി നമ്മൂടെ വ്യക്തമാകുന്നു. ചുരുണ്ട് ആ മകസിൽ ഞാൻ എന്ന ആ മകസിൽ എല്ലാം ഞാൻ, എല്ലാം എൻ്റെ, എല്ലാം എനിക്ക്, എല്ലാം എൻ്റേത്, എല്ലാം എനിക്ക് വേണ്ടി എന്ന ആ ഒരു ചിന്തയിലൂടെ എല്ലാം സ്വന്തമാക്കണമെന്ന സ്വാർത്ഥ താല്പര്യത്തോടുകൂടി ആ മമതാബന്ധം നമ്മളെ വരിഞ്ഞു മുറുക്കുമ്പോൾ നമ്മൾ ചുരുണ്ടു പോകുന്നു. ഇതാണ് ഗുരു ഇവിടെ പ്രതിപാദിക്കുന്നത്. ആ അറിവിലാണ്, ആ മകസിലേക്കാണ് നമ്മൾ എത്തിപ്പെടുന്നത്. ശരിയായ രീതിയിൽ ഉള്ളൊരു അറിവല്ല നമ്മൾ നേടുന്നത്. അത് ശാശ്വതമായൊരറിവല്ല, താൽക്കാലികമായൊരറിവാണ് എന്നു ഗുരു ഇവിടെ ഓർമ്മിപ്പിക്കുന്നു. ഇത് കഴിഞ്ഞിട്ടോ, കൊണ്ടായിരം തരം ഇരുണ്ടാശയം പ്രതി ചുരുണ്ടാ മകസിൽ മറയും കണ്ടാലും ഈ നിലയിലുണ്ടാകില്ല അറിവ്. ഇതൊന്നും കണ്ടാലറിയാവുന്ന അറിവല്ലത്. കണ്ടാലും ഈ നിലയിൽ ഉണ്ടാകയില്ല അറിവ് അഖണ്ഡാനുഭൂതിയിലെഴും തണ്ടാരിൽ വീണു മധു ഉണ്ടാരമിക്കും ഒരു വണ്ടാണ് സൂര്യസുഹൃതി. ഇത് സുഹൃതികൾക്ക് മാത്രം കിട്ടുന്ന അറിവാണ്. ഇതുകൂടി ഗുരു ഇവിടെ സൂചിപ്പിക്കുന്നു. ഗുരു ആ വഴിയിലൂടെ വന്നതാണ്. തണ്ടാരിൽ വീണ് താമര ഇരിപ്പിടമാക്കിയ ആ ദേവിയിൽ നിന്ന് കിട്ടുന്ന അറിവാകുന്ന മധു ഉണ്ട് ആരംഭിക്കുന്ന സുഹൃതികൾ എന്ന് പറഞ്ഞാൽ മഹർഷിമാർ, തപസ്സികൾ, യോഗികൾ, ഇതെല്ലാം ഉൾപ്പെടുന്ന അവരാണ് സുഹൃതികൾ എന്ന് ഗുരു ഈ ഒരു ശ്ലോകത്തിലൂടെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. ഉണ്ടായി മറയും അറിവുണ്ടായി മുന്നമിതു കണ്ടാടുമംഗമകവും കൊണ്ടായിരം തരമിരുണ്ടാശയം പ്രതി ചുരുണ്ടാമഹസിൽ മറയും കണ്ടാലും ഈ നിലയിൽ ഉണ്ടാകയില്ലറിവ് അഖണ്ഡാനുഭൂതിയിലെഴും തണ്ടാരിൽ വീണു മധു ഉണ്ടാരമിക്കും ഒരു വണ്ടാണ് സൂര്യ സുഹൃതി. ആരായുകിൽ തിരകൾ നീരായിടുന്നു ഫണി നാരായിടുന്നു കുടവും പാരായിടുന്നതിനു നേരായതുണ്ടുലകം
ഓരായിലുണ്ടകിലവും വേരായ നിൻ കഴലിൽ ആരാധനം തരണം ആരാണിന്നൊരു വരം നേരായി വന്നിടുക വേറാരുമില്ല ഗതി ഹേ രാജയോഗ ജനനീ. അമ്മയെ തന്നെ നമ്മൾ അഭയം പ്രാപിക്കുകയാണ്. നേരായി വന്നിടുക. ഈ വഴി അമ്മ കാണിച്ചു തരുന്ന ഈ വഴിയിലേക്ക് അമ്മ തന്നെ കൊണ്ടുപോകണം. ആരായുകിൽ തിരകൾ നീരായിടുന്നു. നമ്മൾ അന്വേഷിക്കുകയാണെങ്കിൽ തിരകൾ വെള്ളം തന്നെയാണ്, കടൽ ജലം തന്നെയാണ്. ഫണി നാരായിടുന്നു. നമ്മൾ സന്ധ്യാസമയത്ത് കയറിൽ കാണുന്ന, നമ്മൾ ഭയക്കുന്ന ആ പാമ്പ്, ആ സർപ്പം, അത് നാരാണ്. അതൊരു വെറും കയറിൽ കാണുന്ന ആ പാമ്പിനെ ഒരു നാരായിട്ടാണ് ഗുരു ഇവിടെ സങ്കല്പിക്കുന്നത്. ഇനിയോ കുടം, എല്ലാം ഒരു ഉദാഹരണത്തിൽ കൂടി ഗുരു വ്യക്തമാക്കുകയാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ രഹസ്യം, പ്രാപഞ്ചികമായ രഹസ്യം നമ്മളിലേക്ക് പകർന്നു തരുന്നു. കുടം, ആദ്യം തന്നെ മണ്ണ്. ആ മണ്ണ് അത് പാകപ്പെടുത്തിയെടുത്ത് കുടമാക്കുന്നു. കുടമായി നിലനിൽക്കുന്നു. വീണ്ടും അത് കുടം മണ്ണാകുന്നു. അങ്ങനെ മണ്ണ് മണ്ണ് മണ്ണ്, ഈ മൂന്നും മണ്ണ് തന്നെയാണ്. അല്പകാലം കുടമായി നിലനിൽക്കുന്നു. ഇതാണ് പ്രാപഞ്ചിക രഹസ്യം. നമ്മളുണ്ടായി നിലനിന്ന് മറയുന്നു. ഈ സത്യം നമ്മൾ മനസ്സിലാക്കുന്നില്ല. നമ്മൾ ഉണ്ടാവുന്നതോ നിലനിൽക്കുന്നതെല്ലാം നമ്മുടെ കഴിവുകൊണ്ടാണ് എന്നുള്ള ആ അഹങ്കാരത്തിൽ കൂടി നമ്മൾ മുന്നേറുന്നു. പലതും നമ്മൾ നേടുന്നു. അവസാനം ഒന്നുമില്ലാതെ നമ്മൾ ഈ ലോകത്തോട് വിട പറയുന്നു. ഇത് അലക്സാണ്ടർ ചക്രവർത്തി മനസ്സിലാക്കി. എല്ലാം വെട്ടിപ്പിടിക്കാൻ വേണ്ടി അലക്സാണ്ടർ പുറപ്പെട്ടു. അവസാനം എത്തിപ്പെട്ടു, നാരായണ ഋഷിയുടെ അടുത്ത് എത്തിപ്പെട്ടു. അലക്സാണ്ടർ ദി ഗ്രേറ്റാണ് വന്നേക്കണേന്ന് പറഞ്ഞു. മഹർഷിയൊന്നും മിണ്ടിയില്ല. ഇരുന്ന സ്ഥലത്ത് നിന്ന് എണീറ്റു. ഇത് പറയുന്നതിന് മുമ്പ് ഇരിപ്പായിരുന്നു. ഇരിപ്പിടത്തിൽ ഒരു പാളയിലാണ് ഇരുന്നത്. പാളയുടെ രണ്ട് സൈഡും പൊങ്ങി നടു കുഴിഞ്ഞിരുന്നു. ആ പാളയുടെ ഒരു സൈഡ് ചവിട്ടി. അപ്പോൾ വീണ്ടും പറഞ്ഞു, ഞാൻ അലക്സാണ്ടർ ചക്രവർത്തിയാണ്. വീണ്ടും അപ്പുറത്തെ സൈഡിൽ ചവിട്ടി. വീണ്ടും അവിടെ ഇരുന്നു. അലക്സാണ്ടർക്ക് ബോധ്യപ്പെട്ടു, ഇത് സാധാരണ മനുഷ്യരല്ല. പോരാൻ നേരം അവിടെ സ്റ്റാർട്ടിങ്ങിൽ അവിടെ നിന്ന് ഗ്രീസിൽ നിന്ന് പോരുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു, സോക്രട്ടീസ് പറഞ്ഞു, ഭാരതത്തിലെ ഋഷിമാർ ചില്ലറക്കാരല്ല. പോയി തിരിച്ചു വരുമ്പോൾ എനിക്ക് 2 സാധനം കൊണ്ടുവരണം. ഒന്ന് ഗംഗാജലം, പിന്നെ കുറച്ച് പുസ്തകങ്ങൾ. ഇത് രണ്ടുമാണ് സോക്രട്ടീസ് ആവശ്യപ്പെട്ടത്. അലക്സാണ്ടർ ഒന്നും മിണ്ടിയില്ല, തിരിഞ്ഞു നടന്നു. അന്ന് രാത്രിയാണ് അലക്സാണ്ടർക്ക് പനി ആരംഭിച്ചത്. ആ പനി അദ്ദേഹത്തെ എല്ലാം തകിടം മറിച്ചു. അദ്ദേഹത്തിൻ്റെ ചിന്തകളെല്ലാം തകിടം മറിച്ചുകൊണ്ട് ഇനി അവസാനം മനസ്സിലാക്കി തനിക്ക് ജീവിക്കാൻ സാധിക്കില്ല എന്ന്. അവസാനം ഒരാഗ്രഹം പറഞ്ഞു, അമ്മേനെ കാണണം. സാധിച്ചില്ല. അമ്മേനെ കാണുന്നതിന് മുമ്പ് മരിക്കുമെന്ന് ബോധ്യപ്പെട്ടു. അവസാനം പറഞ്ഞു, ഞാൻ പോകുമ്പോൾ എൻ്റെ ശവപ്പെട്ടി
ശവമഞ്ചത്തിൽ എൻ്റെ കൈ രണ്ടും പുറത്തിട്ടിട്ട് എന്നെ നിങ്ങൾ തിരിച്ചു കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. ഞാനീ നേടിയതെല്ലാം വെറുതെ ആയിരുന്നു, ഒന്നും എനിക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല എന്ന സത്യം അതിലൂടെ അദ്ദേഹം ലോകത്തിന് കാണിച്ചു കൊടുത്തു. ഈ ഒരു അനുഭവം തന്നെയാണ് ഗുരു ഇവിടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ഉണ്ടായി മറയും അറിവുണ്ടായി മുന്നമിതു കണ്ടാടും അംഗമകവും കൊണ്ടായിരം തരം ഇരുണ്ടാശയം പ്രതി ചുരുണ്ടാ മകസിൽ മറയും കണ്ടാലും ഈ നിലയിൽ ഉണ്ടാകയില്ലറിവ് അഖണ്ഡാനുഭൂതിയിലെഴും തണ്ടാരിൽ വീണു മധു ഉണ്ടാരമിക്കും ഒരു വണ്ടാണ് സൂര്യസുഹൃതി. അങ്ങനെ നമ്മൾ ആരാഞ്ഞു. തിരകൾ നീരായിടുന്നു, പണി നാരായിടുന്നു, കുടം പാരായിടുന്നു, പാര് മണ്ണായിടുന്നു, കുടവും പാരായിടുന്നു, നേരായതുണ്ടുലകം. ആരായുകിൽ തിരകൾ നീരായിടുന്നു, ഫണി നാരായിടുന്നു, കുടവും പാരായിടുന്നതിനു നേരായിടുന്നുലകം ഓരായിലുണ്ടകിലവും. ഈ ഉലകം ആരായിൽ ഒരു ഉലകം കൂടി നമുക്ക് കാണാൻ സാധിക്കും. പാരു ഭൂമി മൂന്നായിട്ട് ഉള്ള ഉലകം. ഇനി അതാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. നമ്മുടെ ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി, ഈ മൂന്നിനും ഈ ഉലകങ്ങൾക്ക് വേരായിടുന്നു. ഈ വേരായ നിൻകഴലിൽ ഇതിന് മൂന്നിനും ഈ മൂന്ന് ലോകങ്ങൾക്കും വേരായ അമ്മയുടെ കഴലിൽ ആരാധനം തരണം. അരാണി ഒരു വരം, പെട്ടെന്ന് ഈ ഒരു വരം തരണം. ഇതാണ് നമ്മൾ ആവശ്യപ്പെടേണ്ടത് എന്ന സത്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതിന് നേരായി വന്നിടുക വേറാരുമില്ല ഗതി ഹേ രാജയോഗ ജനനി. ഈ രാജയോഗ ജനനി, ഈ അമ്മയ്ക്ക് മാത്രമേ ഇത് തരാൻ സാധിക്കുള്ളൂ. ഇത് രാജയോഗം നമ്മൾ താന്ത്രികമായി ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മളെല്ലാവരും ആ വഴിക്ക് ചിന്തിക്കാത്ത ആൾക്കാരാണ്. ആ അമ്മേനെയാണ് ഇവിടെ പ്രാർത്ഥിച്ച് എല്ലാത്തിനും കഴിവുള്ള അമ്മ, ആ ബിന്ദു സ്വരൂപിണിയായ അമ്മ, താന്ത്രികമായി ശ്രീവിദ്യ തന്ത്രത്തിൻ്റെ ഏറ്റവും ബിന്ദുരൂപിയായിരിക്കുന്ന ആ ത്രികോണത്തിൻ്റെ നടുക്കിയിരിക്കുന്ന ആ ബിന്ദു സ്വരൂപിയായ അമ്മ, ഹേ രാജയോഗ ജനനി, ഞങ്ങൾക്ക് ഈ അറിവ് നൽകിയാലും നേരായി വന്നിടുക. ഇതിന് വേറൊരു ഗതിയില്ല. ഈ അമ്മ തന്നെ ശരണം. ഈ അമ്മ തന്നെ ഇതിനുള്ള വഴിയും വെളിച്ചവും അമ്മ തന്നെ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ശ്ലോകം ഗുരു നമുക്ക് വേണ്ടി സമർപ്പിക്കുന്നു. ഈ അറിഞ്ഞ അറിവും ഞാൻ ഇവിടെ സമർപ്പിക്കുന്നു.